Dear students, welcome to another session of Arts Tech Signatures Common Course English 3rd Semester UG Program, Calicut University. In this session, I would like to open the pages of Module 3, Diary Entries and Letters. From this Module 3, let's discuss a letter which had to be communicated between two widely known national leaders. Can you guess who are they? Who are those leaders? I am sure you are quite familiar with those historical figures. They are: one is M.K. Gandhi, the person who tried to conquer the world through peaceful methods, and the other is Adolf Hitler, who tried to conquer the world through violent methods. The letter or the chapter that we are going to discuss in detail is Letter to Adolf Hitler by M.K. Gandhi. Letter to Adolf Hitler by M.K. Gandhi. Students, since you are very much familiarized with those persons, that is Adolf Hitler and M.K. Gandhi, I don't like to go through their life history in detail. At the same time, in this session, I would like to explain the introduction part which is there in your prescribed text signatures. The points which are written in the coming slides are just copied from your textbook, so consider those points are very important. Listen to those points carefully, which tells something about M.K. Gandhi and Adolf Hitler. Let's move on to the slides, point by point. See, Gandhi and Hitler were contemporaries who represent the opposite extremes of human character. Next point, Gandhi is considered the paragon of patience and sacrifice, while Hitler is synonymous with brutality and violence. Both of them were powerful leaders of their times. Gandhi's policy of non-violent struggle was unique as well as immensely effective in resisting the enemies. So students, these are the points. Point by point on explain cheyam. But at the same time, when you read twice or thrice, you will get the idea clearly. See, Gandhi and Hitler were contemporaries. ഗാന്ധിജിയും ഹിറ്റ്ലറും ഒരേ സമയത്ത് ജീവിച്ച വ്യക്തികളായിരുന്നു. കണ്ടംപററീസ് മീൻസ് സമകാലീനർ, ഒരേ സമയത്ത് ജീവിച്ചവർ. അവരെയാണ് നമ്മൾ കണ്ടംപററീസ് എന്ന് പറയുക. ഹു റിപ്രസെന്റ് ദ ഓപ്പോസിറ്റ് എക്സ്ട്രീംസ് ഓഫ് ഹ്യൂമൻ ക്യാരക്ടർ. രണ്ടുപേരും മനുഷ്യ സ്വഭാവത്തിന്റെ വ്യത്യസ്ത തലങ്ങളെ റിപ്രസെന്റ് ചെയ്യുന്നവരായിരുന്നു. അതായത് മനുഷ്യ സ്വഭാവത്തിന്റെ, അതായത് ഒരു വ്യക്തി അഹിംസയിലൂടെ, സമാധാന മാർഗത്തിലൂടെ മനുഷ്യ സ്വഭാവത്തെ കാണിച്ചു കൊടുത്തപ്പോൾ, മറുഭാഗത്ത് ഹിറ്റ്ലർ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി മനുഷ്യ സ്വഭാവത്തെ കാണിച്ചത് ഹിംസയിലൂടെയും അക്രമ മാർഗങ്ങളിലൂടെയും കൊലപാതകങ്ങളിലൂടെയും ആയിരുന്നു. സോ മനുഷ്യ സ്വഭാവത്തിന് ഇങ്ങനെ വല്ലാത്ത തലത്തിലുള്ള വ്യത്യസ്ത തലങ്ങളുണ്ട് എന്ന് ഇരുവരും നമ്മെ പഠിപ്പിക്കുകയാണ്. സോ മനുഷ്യ സ്വഭാവത്തിന്റെ വ്യത്യസ്ത തലങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ഈ രണ്ട് പേര്, ഗാന്ധിജിയും ഹിറ്റ്ലറും ഒരേ കാലഘട്ടത്താണ് ജീവിച്ചിരുന്നത് എന്നാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഗാന്ധി ഈസ് കൺസിഡേർഡ് ദ പാരഗൺ ഓഫ് പേഷ്യൻസ് ആൻഡ് സാക്രിഫൈസ്. ഓക്കെ, ഗാന്ധിജിയെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഗാന്ധിജിയുടെ ജീവിതം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഹി ഈസ് ആക്ച്വലി ദ പാരഗൺ. പാരഗൺ മീൻസ് മോഡൽ എന്നാണ്, അല്ലെങ്കിൽ മാതൃക. ഹി ഈസ് ആക്ച്വലി ഉത്തമ മാതൃക. ഒരു ഉത്തമ മാതൃകയായിരുന്നു. എന്തിൻ്റെയൊക്കെ ആയിരുന്നു? പേഷ്യൻസിന്റെയും സാക്രിഫൈസിന്റെയും. പേഷ്യൻസ് മീൻസ് ക്ഷമയുടെ, സാക്രിഫൈസ് മീൻസ് ത്യാഗത്തിന്റെ. സോ ക്ഷമയുടെയും സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ത്യാഗത്തിന്റെ, സഹനത്തിന്റെ ഒക്കെ ഒരു ഉത്തമ മാതൃകയായിട്ട് നമുക്ക് ഗാന്ധിജിയെ കാണുമ്പോൾ, മറുഭാഗത്ത് ഹിറ്റ്ലർ ഈസ് സിനോണിമസ് വിത്ത് ബ്രൂട്ടാലിറ്റി ആൻഡ് വയലൻസ്. ഹിറ്റ്ലർ എന്ന് പറയുന്നത് ബ്രൂട്ടാലിറ്റിയുടെയും വയലൻസിന്റെയും, മൃഗീയതയുടെയും അക്രമത്തിന്റെയും ഹിംസയുടെയും ഒക്കെ ഒരു സിനോണിമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, അത് ഒരു രൂപമായിട്ട് നമുക്ക് ഹിറ്റ്ലറിനെ കാണാൻ സാധിക്കും. സോ അത് മനസ്സിലായെന്ന് കരുതുന്നു. ക്ഷമയുടെയും സഹനത്തിന്റെയും ഒരു ഉത്തമ മാതൃകയെ ഗാന്ധിജിയെ
അതേസമയം മൃഗീയതയുടെ, ഹിംസയുടെ, അക്രമത്തിന്റെ ഒരു പ്രതിരൂപമായിട്ട് ഹിറ്റ്ലറെയും നമുക്ക് കാണാം. ബോത്ത് ഓഫ് ദം വെയർ പവർഫുൾ ലീഡേഴ്സ് ഓഫ് ദെയർ ടൈംസ്. എന്നിരുന്നാലും ആ രണ്ട് വ്യക്തികളും അവരുടെ കാലഘട്ടത്ത്, അവരുടെ പ്രദേശത്ത്, അവരായിരുന്ന രാജ്യങ്ങളിൽ ശക്തരായ നേതാക്കന്മാർ ആയിരുന്നു എന്ന് നാം മനസ്സിലാക്കുക. ബോത്ത് ഓഫ് ദം വെയർ പവർഫുൾ ലീഡേഴ്സ് ഓഫ് ദെയർ ടൈംസ്. വളരെ സ്വാധീനിക്കുവാൻ ശേഷിയുള്ള ശക്തരായ നേതാക്കന്മാരായിരുന്നു ഇരുവരും. ഗാന്ധിസ് പോളിസി ഓഫ് നോൺ വയലന്റ് സ്ട്രഗിൾ വാസ് യുണീക്ക്. എന്നാൽ ഗാന്ധിജിയുടെ നോൺ വയലന്റ് സ്ട്രഗിൾ എന്ന് പറയുന്ന പോളിസി, നോൺ വയലന്റ് സ്ട്രഗിൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരുപക്ഷെ, അതായത് അഹിംസയിലൂടെയുള്ള പോരാട്ടം, അഹിംസയിലൂടെയുള്ള ആ പോരാട്ട മാർഗം അല്ലെങ്കിൽ പദ്ധതി, പോളിസി, മാർഗം എന്ന് പറയുന്നത് ഇറ്റ് വാസ് സോ യുണീക്ക്. അത് വളരെ വ്യത്യസ്തമായിരുന്നു ആ സമയത്ത്. യുണീക്ക് ആസ് വെൽ എസ് ഇമ്മൻസ്ലി എഫക്റ്റീവ് ഇൻ റെസിസ്റ്റിംഗ് ദ എനിമീസ്. അത് വളരെ വ്യത്യസ്തമായിരുന്നു, സവിശേഷതയുള്ള ഒരു കാര്യമായിരുന്നു. അതേസമയം തന്നെ ശത്രുക്കളെ തടയുന്നതിൽ നിന്നും അത് വളരെയധികം ഫലം കണ്ടിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതായത് ശത്രുക്കളെ തടയുന്നതിൽ വളരെ അത് എഫക്റ്റീവായിട്ട് ബോധ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ അത് വളരെ സവിശേഷതയാർന്ന, വ്യത്യസ്തയാർന്ന ഒരു പോളിസിയായിരുന്നു. ഏത് പോളിസി? Non-violent struggle. Okay, so these are the 4 points that we discussed in this slide. Let's move on to the next slide. Gandhi won the hearts of his followers through precept and practice. Hitler was more of a disciplinarian who imposed authority on his men. Gandhi believed in egalitarianism, while Hitler believed in well-defined hierarchies. So, ഈ സ്ലൈഡ്, മുന്നത്തെ സ്ലൈഡിലേക്ക് നമുക്ക് കുറച്ച് ഡിഫറൻസസ് കാണാൻ സാധിക്കുന്നത്. ബോത്ത് ദീസ് പേഴ്സണാലിറ്റീസ് ആർ സോ റിനൗണ്ട് പേഴ്സണാലിറ്റീസ് ആണ്, ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് ആണ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ജനങ്ങളെ, പബ്ലിക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ച രണ്ട് ലീഡേഴ്സ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം വി ആർ ആക്ച്വലി ഡിസ്കസിങ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദീസ് ടു ലീഡേഴ്സ്. അവർക്ക് ഒത്തിരി സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നു. അതിലൊന്നാണ് പറഞ്ഞത്, ദേ ആർ ആക്ച്വലി സോ ഇൻഫ്ലുവൻഷ്യൽ, പവർഫുൾ ആയിരുന്നു ഇൻ ദ പബ്ലിക്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം അവരുടെ മാർഗങ്ങൾ, അവര് സഞ്ചരിച്ച പാതകൾ അത് തികച്ചും വ്യത്യസ്തമായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. ഗാന്ധി വൺ ദ ഹാർട്ട്സ് ഓഫ് ഹിസ് ഫോളോവേഴ്സ് ത്രൂ പ്രിസെപ്റ്റ് ആൻഡ് പ്രാക്ടീസ്. ഗാന്ധിജിയാണെങ്കിൽ താൻ പറഞ്ഞതെന്താണോ അത് പാലിച്ചുകൊണ്ട്, അത് നടപ്പിലാക്കിക്കൊണ്ട്, അതാണ് പ്രാക്ടീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രിസെപ്റ്റ് മീൻസ് എ സെറ്റ് ഓഫ് റൂൾസ് ഓർ പ്രിൻസിപ്പിൾസ്. കുറെ തത്വങ്ങളും ആദർശങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട്, അതിനെ കണ്ടുകൊണ്ട്, അതിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ജീവിച്ചത്. സോ ഇൻ ദീസ് 2 ways ഹി വൺ ദ ഹാർട്ട്സ് ഓഫ് ഹിസ് ഫോളോവേഴ്സ്. തന്നെ അനുഗമിച്ചവരുടെ ഹൃദയങ്ങളെ പിടിച്ചെടുത്തത്, അല്ലെങ്കിൽ തന്നെ അനുഗമിച്ചവരുടെ ഹൃദയങ്ങളിൽ ഒരു ചിത്രമായിട്ട് മാറിയത് അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസിലൂടെ, അതായത് താൻ പറഞ്ഞത് എന്താണോ അതാണ് പാലിക്കുകയും തൻ്റെ ആദർശങ്ങളിലൂടെയൊക്കെ ആയിരുന്നു തൻ്റെ അനുഗമിച്ചവർക്കിടയിൽ അദ്ദേഹത്തിന് ഒരു സ്വീകാര്യത ലഭിച്ചത്. ഓക്കെ, ഹിറ്റ്ലർ വാസ് മോർ ഓഫ് എ ഡിസിപ്ലിനേറിയൻ ഹു ഇമ്പോസ്ഡ് അതോറിറ്റി ഓൺ ഹിസ് മെൻ. അറ്റ് ദ സെയിം ടൈം ഹിറ്റ്ലറെ കുറിച്ച് പറയുന്ന അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനേറിയൻ ആയിരുന്നു. അത് വളരെ പങ്ക്ച്വാലിറ്റി ഉള്ള, വളരെ അച്ചടക്കത്തെക്കുറിച്ച് അതിശക്തമായ ബോധ്യമുള്ള ഒരു വ്യക്തി. ആ വ്യക്തി തന്റെ അധികാരമായിരുന്നു ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ചതൊക്കെ. ഇമ്പോസ്ഡ് മീൻസ് അടിച്ചേൽപ്പിക്കുക. തന്റെ ജനങ്ങളിലേക്ക്, തന്റെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരായിക്കൊള്ളട്ടെ, പൊതുജനമായിക്കൊള്ളട്ടെ, അവരിലേക്ക് തന്റെ സ്ട്രിക്റ്റ് റൂൾസ്, തന്റെ അച്ചടക്ക കാര്യാദികൾ പൂർണ്ണ തോതിൽ അദ്ദേഹം എന്ത് ചെയ്തു, അധികാരത്തോടെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. സോ വളരെ എക്സ്ട്രീം ലെവലിൽ, ഒരു നോർത്ത് സൗത്ത് പോൾ എന്നുള്ള ഈ രീതിയിലാണ് ഇവരുടെ സ്വഭാവവും ഇവരുടെ പ്രവർത്തന രീതിയും. 2 ധ്രുവങ്ങളിലായിരുന്നു ഇവരുടെ സ്വഭാവവും പ്രവർത്തന രീതികളും. ഗാന്ധി ബിലീവ്ഡ് ഇൻ ഇഗാലിറ്റേറിയനിസം while Hitler believed in well-defined hierarchies. So, egalitarianism എന്താണെന്ന് ജസ്റ്റ് ഒരൊറ്റ സെന്റൻസിൽ പറയാം. Egalitarianism means all people have equal right from birth. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. All people have equal right from birth. ജന്മനാ തന്നെ എല്ലാ ജനങ്ങൾക്കും, എല്ലാവർക്കും ഒരേ അവകാശം, തുല്യ അവകാശം
എന്ന ഒരു പഠനമാണ് ഇഗാലിറ്റേറിയനിസം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു ആദർശം അല്ലെങ്കിൽ ഒരു തിയറിയാണ് ഇഗാലിറ്റേറിയനിസം. സോ ഗാന്ധിജി ആ ഒരു തത്വത്തിലാണ് വിശ്വസിച്ചിരുന്നത്. അതായത് ജന്മന തന്നെ, ജനിക്കുമ്പോൾ തന്നെ ഏത് പ്രദേശത്താണോ ഏത് സംസ്കാരത്തിലാണോ ജനിക്കുന്നത് അതിൻ്റെതായ സ്വാതന്ത്ര്യവും അതിൻ്റെതായ എല്ലാ നീതിയും അവകാശങ്ങളും ഒക്കെയും ആ വ്യക്തിക്ക് ലഭിക്കുന്നു എന്നാണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഹിറ്റ്ലർ വിശ്വസിച്ചിരുന്നത് ഇൻ വെൽ ഡിഫൈൻഡ് ഹൈറാർക്കീസ് മീൻസ് അധികാരക്രമങ്ങൾ. എന്താ പറയുക, നമ്മുടെ റൂൾസ്, റെഗുലേഷൻസ്, റൂളേഴ്സ്, അതോറിറ്റി, അധികാരവർഗം, അതുപോലെ തന്നെ അധികാരക്രമം, ഇതിലൊക്കെയാണ് ആര് വിശ്വസിച്ചിരുന്നത്? ഹിറ്റ്ലർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അധികാരവും അധികാരക്രമങ്ങളും അധികാരികളും ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും സംടൈംസ് റൂൾസും റെഗുലേഷൻസ് ഒക്കെ വരുമ്പോൾ ഒരുവന്റെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളൊക്കെ കട്ട് ഷോട്ട് ചെയ്യാനായിട്ട് വെട്ടിമുറിക്കപ്പെടുവാനും ഒതുക്കപ്പെടുവാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഹിറ്റ്ലർ വിശ്വസിച്ചിരുന്നത്. അതാണ് അദ്ദേഹവും നടപ്പിലാക്കാൻ ശ്രമിച്ചതും. ആര്യൻ സുപ്രീമസി അതാണ് അദ്ദേഹം നടപ്പിലാക്കുവാൻ ശ്രമിച്ചത്. ജൂതന്മാരുടെ കൂട്ടക്കൊലപാതകമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഹിഡൻ അജണ്ട എന്ന് പറയുന്നത്. ഇതെല്ലാം അതിന്റെ പിന്നിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഈ ഒരു അധികാരക്രമത്തിലായിരുന്നു. ഓക്കെ, അപ്പോൾ അത് തന്റെ ജീവിതത്തിൽ, തന്റെ പ്രവർത്തനത്തിലും, തന്റെ അധികാര ഒരു സർക്കിളിലും അദ്ദേഹം ഉടനീളം പാലിച്ചു പോന്നിരുന്നു. ഓക്കെ, സോ ദീസ് ആർ സം ഡിഫറൻസസ് ബിറ്റ്വീൻ ദീസ് ടു national leaders or national leaders. Okay, next, moving on to the next slide. Gandhi's non-violent method of resistance won international attention, earning him the title Mahatma, which in Sanskrit means great soul. Okay, അതൊന്നും വേറൊന്നുമല്ല, അധികമായിട്ടൊന്നുമല്ല പറയുന്ന. ഗാന്ധിജി തൻ്റെ നോൺ വയലന്റ് മെത്തേഡ് ഓഫ് റെസിസ്റ്റൻസ് കൊണ്ട്, അതായത് അഹിംസയിലൂടെ ഉണ്ടായ തൻ്റെ ആ ഒരു രീതിയാൽ അദ്ദേഹം ഇന്റർനാഷണലായിട്ട് തന്നെ പ്രശസ്തനായി മാറുകയും പല ലോകരാഷ്ട്രങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്തു. അതിലൂടെ അദ്ദേഹത്തിന് മഹാത്മാ എന്ന് പറയുന്ന സംസ്കൃതത്തിൽ ശ്രേഷ്ഠ ആത്മാവ്, ശ്രേഷ്ഠ മനുഷ്യൻ എന്നുള്ള അർത്ഥം വരുന്ന മഹാത്മാ എന്ന പേര് വരെ അദ്ദേഹത്തിന് ആർജിച്ചെടുക്കുവാൻ സാധിച്ചു. ഓക്കെ, നെക്സ്റ്റ്, ഇനി ഒന്ന് രണ്ട് സ്ലൈഡിലൂടെ നമ്മൾ ഗാന്ധിജിയുടെ ഒരു ജസ്റ്റ് ഒരു ബ്രീഫായിട്ടുള്ളൊരു യാത്രയാണ് നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയുള്ള ജസ്റ്റ് ഒരു ജേർണി. After studying law in London, he went to practice law in South Africa while he was 23. സോ 23-ാം വയസ്സിൽ അദ്ദേഹം നിയമ ബിരുദമൊക്കെ എടുത്തു, നിയമബിരുദധാരിയാക്കിയായി. 23-ാം വയസ്സിൽ അദ്ദേഹം നിയമം പ്രാക്ടീസ് ചെയ്യാനായിട്ട്, ഒരു ലോയറായിട്ട്, ഒരു വക്കീലായിട്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് അദ്ദേഹം പോവുകയുണ്ടായി. അതാണ് ഈ ഒരു പോയിന്റ് പറഞ്ഞേക്കുന്നത്. സോ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹിസ് ഡിഗ്രി ഇൻ ലോ ഹി വെന്റ് ടു സൗത്ത് ആഫ്രിക്ക ഇൻ ഓർഡർ ടു പ്രാക്ടീസ് ഹിസ് ലോയർഷിപ്പ്. ഓക്കെ, ഹിയർ സി. Influenced by Tolstoy, he means Gandhiji. Gandhiji, influenced by Tolstoy, established an ideal community called Tolstoy Farm near Johannesburg in 1910, where he developed his policy of peaceful struggle. After his return to India in 1915, he organized peasants, farmers and urban laborers to protest against excessive land tax and discrimination. സോ ഇവിടെ പറഞ്ഞേക്കുന്നത് വൈൽ ഹി വാസ് ഇൻ സൗത്ത് ആഫ്രിക്ക, അവിടെ ഒരു സംഭവം ഉണ്ടായി. അതായത് ഹി വാസ് എക്സ്ട്രീംലി സിവിയർലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ടോൾസ്റ്റോയ്. അദ്ദേഹം ടോൾസ്റ്റോയ് എന്ന് പറയുന്ന ലിയോ ടോൾസ്റ്റോയ് എന്ന ഒരു എഴുത്തുകാരൻ, സർവോപരി അദ്ദേഹം ഒരു തികഞ്ഞ മനുഷ്യസ്നേഹിയൊക്കെ ആയിരുന്നു ഈ ലിയോ ടോൾസ്റ്റോയ്. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പിക്ചർ ഇവിടെ താഴെ സ്ലൈഡിൻ്റെ താഴ്വശത്തായിട്ട് കാണാൻ സാധിക്കും. ലിയോ ടോൾസ്റ്റോയ് എന്ന് പറയുന്ന ഈ ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ് കം എ റൈറ്റർ. അദ്ദേഹത്തിൻ്റെ ജീവിതത്താൽ വളരെയധികം ആകർഷണനാകുകയും ഇൻഫ്ലുവൻസ്ഡ് ആകുകയും ചെയ്ത നമ്മുടെ ഗാന്ധിജി ഒരു ടോൾസ്റ്റോയ് ഫാം, അതായത് ടോൾസ്റ്റോയുടെ പേരിലൊരു ടോൾസ്റ്റോയ് ഫാം എന്ന് പറയുന്ന ഒരു മാതൃകാ കമ്മ്യൂണിറ്റി, മാതൃകാ സമൂഹം, മാതൃകാ സ്ഥാപനം ജോഹന്നസ്ബർഗിൽ സ്ഥാപിക്കുകയുണ്ടായി. സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിൽ 1910 സ്ഥാപിക്കുകയും അവിടെയാണ് അദ്ദേഹം തൻ്റെ പീസ്ഫുൾ സ്ട്രഗിൾ എന്ന് പറയുന്ന സമാധാനത്തിലൂടെ
നടത്തുന്ന പോരാട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം കൂടുതലായിട്ട് പഠിക്കുകയും താനത് പാലിച്ചു പോവുകയും അവിടെ വച്ചിട്ടാണ് തനിക്ക് ആ ഒരു മാർഗം തിരഞ്ഞെടുക്കുവാനും ജീവിതത്തിൽ അത് ഉടനീളം കൊണ്ടുപോകാനൊക്കെ സാധിച്ചത്. സോ പ്ലീസ് റിമെമ്പർ ടോൾസ്റ്റോയ് ഫാം ആൻഡ് ദ പേഴ്സൺ ലിയോ ടോൾസ്റ്റോയ്. ഓക്കെ. After his return to India, that is India എന്നാണ് എഴുതേണ്ടിയിരുന്നത്, in 1915, he organized peasants, farmers and urban laborers to protest against excessive land tax and discrimination. So 1915 നമ്മുടെ മഹാത്മാ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ഇവിടുത്തെ ഫാമേഴ്സിനെ, പെസൻസിനെ, ഏർബൻ ലാബറേഴ്സിനെ ഒക്കെ എന്ത് ചെയ്യണം, സംഘടിപ്പിക്കുകയും എക്സസീവ് ലാൻഡ് ടാക്സിന് എതിരെ പ്രതിഷേധം ഉയർത്തുവാനായിട്ട് അവരോട് ആഹ്വാനം ചെയ്യുന്നു. അതിനു വേണ്ടുന്നതായ നേതൃത്വങ്ങൾ കൊടുക്കുകയാണ്. നമുക്കറിയാം ചമ്പാരൻ സത്യാഗ്രഹം എന്നൊക്കെ പറയുന്ന, അതായത് അവിടുത്തെ ഫാർമേഴ്സിനെയും പെസൻസിനെയും വേണ്ടിയിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. സോ അത്തരത്തിലുള്ള മൂവ്മെന്റുകളിലൂടെ, അത്തരത്തിലുള്ള സാമൂഹ്യ ഇടപെടലുകളിലൂടെ ഗാന്ധിജി എന്ത് ചെയ്യാണ്, ഇന്ത്യയിലേക്ക് തൻ്റെ പ്രവർത്തനം പൂർണ്ണതോതിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. ഓക്കെ. സോ ആൻഡ് യു ക്യാൻ സീ വൺ മോർ പിക്ചർ ഹിയർ. മഹാത്മാ ഗാന്ധി ടോൾസ്റ്റോയ് ഫാം വെൽക്കം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ആ ടോൾസ്റ്റോയ് ഫാമിൻ്റെ ഒരു ദൃശ്യമാണ് ഈ സ്ലൈഡിൽ മറ്റൊരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ്, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. Assuming leadership of the INC, International Congress, in 1921, Gandhi led nationwide campaigns for various social issues and for achieving Swaraj or self-rule. So, ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ലീഡർഷിപ്പിലേക്ക്, ഒരു ഉന്നത നേതൃത്വത്തിലേക്ക് അദ്ദേഹം ഉയർന്നു വന്നത് 1921 എന്ന വർഷത്തോടു കൂടിയാണ്. ആ വർഷത്തോടുകൂടി അദ്ദേഹം എന്ത് ചെയ്യണം, ഗാന്ധിജി നേഷൻ വൈഡ് ക്യാമ്പയിൻസ്, അതായത് ചമ്പാരൻ എന്ന് പറയുന്ന ചെറിയൊരു കുഞ്ഞു സ്ഥലത്തിൽ അവിടെയുള്ള ഫാർമേഴ്സിന് വേണ്ടി മാത്രം ആയിരുന്നു 2-3 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സത്യാഗ്രഹവും മറ്റ് പ്രതിഷേധങ്ങൾ തുടങ്ങിയത്. എങ്കിൽ 1921 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് എത്തുമ്പോൾ രാജ്യവ്യാപകമായിട്ട് അദ്ദേഹം പലതരത്തിലുള്ള ക്യാമ്പയിൻ ആൻഡ് ഫോർ അച്ചീവിങ് സ്വരാജ് ഓർ സെൽഫ് റൂൾ. സോ അദ്ദേഹം സെൽഫ് റൂൾ അല്ലെങ്കിൽ സ്വരാജ് മീൻസ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പിന്നെ പ്രവർത്തിക്കുകയും സ്വാതന്ത്ര്യം നേടുവാനും വേണ്ടിയിട്ട് അദ്ദേഹം രാജ്യവ്യാപകമായിട്ട് പലതരം കാര്യാദികളിൽ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. ദ ഫൈനൽ പോയിന്റ് ഓൺ ഗാന്ധിജി. He was assassinated by Nathuram Godse, a religious fanatic, on 30th October 1948. ഓക്കെ, നമുക്കറിയാം അദ്ദേഹം നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന ഒരു റിലീജിയസ് ഫാനറ്റിക്കിനാൽ അദ്ദേഹം കൊല ചെയ്യപ്പെടുകയും ചെയ്തു 30th October 1948. So that's all about Gandhiji. Next, moving on to Adolf Hitler. Adolf Hitler കുറിച്ചും just we can read out some points on Adolf Hitler. Hitler was the Chancellor of Germany from 1933 to 1945. So ജർമ്മനി എന്ന ആ നേഷനിലെ, ആ കൺട്രിയിലെ ചാൻസലർ മീൻസ് അവിടുത്തെ ഒരു മോസ്റ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് പൊസിഷനാണ്, ഹയസ്റ്റ് പൊളിറ്റിക്കൽ പൊസിഷനാണ് ചാൻസലർ എന്ന് പറയുക. സോ 1933 മുതൽ 1945 ടിൽ ഹിസ് ഡെത്ത് അതുവരെയും അദ്ദേഹം ജർമ്മനിയിലെ ചാൻസലറായിട്ട് ആയിരുന്നു വാണിരുന്നത്. ഇയേഴ്സ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ്, ഹി ഇനിഷ്യേറ്റഡ് സെക്കൻഡ് വേൾഡ് വാർ ഇൻ യൂറോപ്പ് വിത്ത് ദ ഇൻവേഷൻ ഓഫ് പോളണ്ട് ഇൻ സെപ്റ്റംബർ 1933. അപ്പോൾ അഡോൾഫ് ഹിറ്റ്ലറെ കുറിച്ചും അധികമൊന്നും ഇവിടെ വിവരിക്കുന്നില്ല. മറ്റൊരു പോയിന്റ് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാറിനെ ട്രിഗർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, തുടങ്ങി വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ പോളണ്ട് അധിനിവേശത്തോട് കൂടിയാണ്, പോളണ്ട് കോൺക്വർ ചെയ്യുന്നതിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ അറിയാൻ സാധിക്കും, ദ ഇമ്മീഡിയറ്റ് റീസൺ ബിഹൈൻഡ് ദ സെക്കൻഡ് വേൾഡ് വാർ വാസ് ആക്ച്വലി ഹിറ്റ്ലേഴ്സ് ഇൻവേഷൻ ഓഫ് പോളണ്ട് ഇൻ സെപ്റ്റംബർ 1939. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സെക്കൻഡ് വേൾഡ് വാറിന് ഒരു തുടക്കം വെച്ചത് ഇദ്ദേഹത്തിൻ്റെ പോളണ്ട് കോൺക്വറിങ്ങിലൂടെ ആയിരുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഹിസ് ഓട്ടോബയോഗ്രഫി മെയിൻ കാംഫ്, meaning my struggle, promoted pan-Germanism, anti-Semitism and anti-communism. സോ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയായ ആത്മകഥയായ മെയിൻ കാംഫ് എന്ന് പറഞ്ഞാൽ ജർമാനിക് ടേമാണ്. അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് ആണ് മൈ സ്ട്രഗിൾ, എൻ്റെ പോരാട്ടം.
സോ ആ ആത്മകഥാ പുസ്തകത്തിൽ അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നത് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും: പാൻ ജർമനിസം, ആൻറ്റി സെമിറ്റിസം ആൻഡ് ആൻറ്റി കമ്മ്യൂണിസം. പാൻ ജർമനിസം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ ഓഫ് ഓൾ ജർമ്മൻ പോപ്പുലേഷൻ, അതായത് ജർമ്മൻ ലാംഗ്വേജ് സംസാരിച്ചിരുന്ന ജർമ്മൻ ജനതയെ എന്ത് ചെയ്യുക, ഒരുമിപ്പിക്കുക. അതായത് ജർമ്മൻ ഏകീകരണമാണ് ഒന്ന്. പിന്നെ ആൻറ്റി സെമിറ്റിസം മീൻസ് ജൂത വിരോധം അല്ലെങ്കിൽ ജൂത വിരുദ്ധത എന്ന ഒരു കാര്യം ശക്തമായിട്ട് അതിൽ എന്താണ് പ്രതിപാദിച്ചിട്ടുണ്ട്. ഓക്കെ, സ്ട്രോങ് ഡിസ്ലൈക്ക് ഓഫ് ജൂയിഷ് പീപ്പിൾ. നെക്സ്റ്റ് ആൻറ്റി കമ്മ്യൂണിസം. കമ്മ്യൂണിസ്റ്റത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും ശക്തമായിട്ട് ആ പുസ്തകത്തിൽ, ആ ആത്മകഥാ പുസ്തകത്തിൽ നമ്മുടെ അഡോൾഫ് ഹിറ്റ്ലർ എന്ത് ചെയ്തിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ തിങ്സ് ഇൻ മെയിൻ കാംപ്. A few more points. Hitler is notorious for his Holocaust. At least 5.5 million Jews were killed in the name of ethnic cleansing. The inhumanity in the gas chambers were unimaginable. He argued for racial purity and believed that impure races had to be annihilated. Next, the red banners with the swastika, the Nazi salute and the ritualized rounds of applause after his speeches were all part of his influential power. Finally, he killed himself to avoid capture by the Soviets. So, the red banners with the സ്വസ്തിക അദ്ദേഹത്തിൻ്റെ ആ ഒരു സിമ്പലാണ്. നമുക്ക് ഈ ഫ്ലാഗിലൊക്കെ സിമ്പൽ വെക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഒരു സിമ്പലാണ് ഈ സ്വസ്തിക എന്ന് പറയുന്നത്. റെഡ് ബാനറിൽ സ്വസ്തിക, യു ക്യാൻ സീ ദാറ്റ് പിക്ചർ ഹിയർ ഇൻ ദിസ് സ്ലൈഡ് ഇറ്റ് സെൽഫ്. ദെൻ നാസി സല്യൂട്ട്, അതും നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ സാധിക്കും. സോ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾക്ക് ശേഷം, ഓരോ പ്രസംഗങ്ങൾക്ക് ശേഷവും കാണികൾ ഒരു പ്രത്യേക സിസ്റ്റമാറ്റിക്കായിട്ടുള്ള രീതിയിൽ, സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കരഘോഷങ്ങൾ മുഴക്കാറുണ്ട്, പ്രത്യേക സല്യൂട്ട് നൽകുമായിരുന്നു. അതുപോലെ തന്നെ സ്വസ്തിക എന്ന് പറയുന്ന ഈ ബാനർ അല്ലെങ്കിൽ സ്വസ്തിക എന്ന് പറയുന്ന ഈ സിംബൽ ഇതൊക്കെയും പ്രദർശിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഫൈനലി ഹി കിൽഡ് ഹിംസെൽഫ് ടു അവോയ്ഡ് ക്യാപ്ചർ ബൈ ദ സോവിയറ്റ്സ്. അപ്പോൾ സോവിയറ്റ്സിൻ്റെ പട്ടാളം അദ്ദേഹത്തെ പിടിക്കും എന്നായപ്പോൾ 1945 ഹി കിൽഡ് ഹിംസെൽഫ്, അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. ചരിത്രം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് അഡോൾഫ് ഹിറ്റ്ലർ. ഓക്കെ, സോ ഹിയർ ഐ വുഡ് ലൈക്ക് ടു സ്റ്റോപ്പ് ഫോർ ദ ടൈം ബീയിങ്. To be continued in the next sessions. So in the next session we will move on to the letter which was written by M.K. Gandhi to Adolf Hitler. So for the time being I would like to wind up the session. Have a nice learning time ahead. Thank you. Bye bye.